അങ്ങനെ നമ്മുടെ ശ്രുതിക്കാണെങ്കിലും ശ്രുതി ഗർഭിണിയാന്ന് അറിഞ്ഞിട്ട് ഇരിക്കപ്പുറതിയിൽ എന്തായാലും നമ്മുടെ ശ്രുതിയെ കാണാൻ രാത്രി പുറപ്പെട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിലോ കൈയോടുകൂടി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടേക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അമ്മ എനിക്ക് ശ്രുതിയെ കാണാതെ ഇരിക്കാൻ വയ്യ, എനിക്ക് എന്തായാലും ശ്രുതിനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ നാളെ വഴി ഉണ്ടാക്കി തരാം, നമുക്ക് നാളെ പോയിട്ട് ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മീര പറയുന്നുണ്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നീ വീണ്ടും അവരെ പറ്റിച്ചു, ഞാൻ ഇങ്ങനെയുള്ള മണ്ടന്മാരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് നമ്മൾ ശ്രുതി പറയുന്നത് അതാണ് എൻ്റെ മിടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശ്രുതി ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ ചന്ദ്ര നേരെ ചെല്ലുന്നത് സച്ചിയുടെ അടുത്തേക്ക്. എന്നിട്ട് സച്ചിയോട് പറയുന്നത് നീ എനിക്കൊരു സഹായം ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചി പറയുന്നത് എന്ത് സഹായം വേണ്ട അമ്മ പറഞ്ഞോളൂ ഞാൻ ചെയ്തുതരാമെന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ശ്രുതിയെ നാളെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് നീ നേരെ ഹോസ്പിറ്റലിലേക്ക് വിടണം, അവിടെ കൊണ്ടുപോയിട്ട് അവളെ ചെക്കപ്പ് ചെയ്യണം, അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് മതിയല്ലോ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നത് ഞാൻ ഏറ്റു എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ചന്ദ്രയും സച്ചിയും ശ്രുതിയും കൂടി നമ്മുടെ ശ്രുതിയെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ശ്രുതിയെ കാണുമ്പോൾ വലിയ സന്തോഷമാവുണ്ട്. ശ്രുതി വേഗം നമ്മുടെ ശ്രുതിയെ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ സച്ചിയും ചന്ദ്രയൊക്കെ നമ്മുടെ ശ്രുതിനെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ മീരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുണ്ട് കാറിലിരുന്നിട്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ നേരെ വിടുന്ന് ഇവിടെ തിരിയാതെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നത് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോണത് എന്ന് പറയുന്നത് നമ്മുടെ സച്ചി. ആ സമയത്ത് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് ആരെ കാണാനല്ല പാർലർ എടുത്തിയ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഞെട്ടുന്നുണ്ട്, അവൾ ആകെ പേടിച്ച് പറക്കുന്നുണ്ട്. ഇനി എങ്ങനെ ഈ കള്ളത്തരം അവൾ ഒളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.